നാശനഷ്ടമുണ്ടായവർക്ക് ഉടൻ ധനസഹായം നൽകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ജില്ലയിൽ 9882 ഹെക്ടർ കൃഷി നശിച്ചു. ഈ മാസം 31-നുള്ളിൽ സമഗ്രമായ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതര സംസ്ഥാനക്കാരിയായ യുവതി പ്രസവിച്ചു. സെക്കന്ദരാബാദിലേക്ക് പോകാനെത്തിയ അസം സ്വദേശിനിയാണ് പ്രസവിച്ചത്. നിരോധിത മത്സ്യബന്ധന രീതിയായ കരവലിയെ ചൊല്ലി കടലിൽ സംഘർഷത്തിന് സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ സംഘടിതമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ്. 170ാമത് ശ്രീനാരായണ ഗുരുജയന്തി നാടെങ്ങും ആഘോഷിച്ചു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ നഗരത്തിൽ റാലി നടത്തി. നിയമാനുസൃതമായ അനുമതിയില്ലാതെ പണമിടപാട് സ്ഥാപനം നടത്തിയ ഗുണ്ടാ നേതാവ് കടവി രഞ്ജിത്ത് ഉൾപ്പെടെ 4 പേരെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥാപനത്തിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസിന്റെ വ്യാപക പരിശോധന. വരന്തരപ്പള്ളി കുട്ടൻചിറയിൽ നിന്ന് 100 ലിറ്റർ വാഷും മറ്റത്തൂർ ചേലക്കോട്ടുകരയിൽ നിന്നും 200 ലിറ്റർ വാഷും പിടിച്ചെടുത്തു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ മഴക്കെടുതിയിൽ നഷ്ടമുണ്ടായവർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ മന്ത്രി കെ രാജന്റെയും ഡോക്ടർ ആർ ബിന്ദുവിന്റെയും നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത എല്ലാ വകുപ്പ് പ്രതിനിധികളുടെയും യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ ജില്ലയിലെ ഈ നാശനഷ്ടങ്ങളുടെ കണക്കും മഴയുടെ തോതും എടുത്തുകൊണ്ട് ഒരു പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ട് ചെയ്യാവുന്ന പരമാവധി സഹായം അക്കാര്യത്തിൽ ചെയ്യുന്ന കാര്യവും കേരളത്തിലെ ഈ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം ആദ്യം ചേരുന്ന ക്യാബിനറ്റ് ചർച്ച ചെയ്ത് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. ആ വിധത്തിൽ ഉണ്ടായ ദുരന്തങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും വിധത്തിൽ ജനങ്ങൾ പ്രയാസപ്പെടുത്തുകയല്ല. ജനങ്ങൾക്കുണ്ടായ പ്രയാസങ്ങളെല്ലാം കൂടി നമുക്ക് മറികടക്കാനുമാകില്ല. വലിയ തോതിലാണ് മഴയുണ്ടായിട്ടുള്ളത്. മഴയുടെ അളവ് പലപ്പോഴും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തി ഈ മാസം 31-നുള്ളിൽ സമഗ്രമായ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറെ യോഗം ചുമതലപ്പെടുത്തി. 11,955 വീടുകളിൽ വെള്ളം കയറി. 54 വീടുകൾ പൂർണ്ണമായും 1,503 വീടുകൾ ഭാഗികമായും തകർന്നു. 248 മതിലുകൾ തകർന്നു. 731 കടകളിൽ വെള്ളം കയറി. ഇതുമൂലം 11,08,35,000 രൂപയുടെ നാശനഷ്ടമുണ്ടായി. കാർഷിക മേഖലയിൽ 9,882 ഹെക്ടർ ഭൂമിയിൽ കൃഷി നശിച്ചു. 34,74,00,000 രൂപയുടെ നഷ്ടമുണ്ടായി. മൃഗസംരക്ഷണ മേഖലയിൽ 28,27,550 രൂപയുടെ നഷ്ടമാണ് പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം ലഭ്യമായിരിക്കുന്നത്. ഫിഷറീസ് മേഖലയിൽ 36.39 ഹെക്ടർ ഏരിയയിൽ നഷ്ടമുണ്ടായി. ഇതിൽ 673 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 114 കിലോമീറ്റർ റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡിന് 110 കോടിയുടെ നഷ്ടവും വാട്ടർ അതോറിറ്റിക്ക് 38 ലക്ഷം രൂപയുടെ നഷ്ടവും കണക്കാക്കുന്നു. ഇറിഗേഷൻ വകുപ്പിനുണ്ടായ നാശനഷ്ടം സംബന്ധിച്ച് ഇനിയും കണക്ക് തിട്ടപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. 7 താലൂക്കുകളിലെ 147 ക്യാമ്പുകളിലായി 8,391 പേരെ മാറ്റിപ്പാർപ്പിച്ചതായും മന്ത്രി പറഞ്ഞു. മഴയുമായി ബന്ധപ്പെട്ട് ജില്ലയിലുണ്ടായ നാശനഷ്ടത്തിന്റെ സമഗ്ര റിപ്പോർട്ട് വന്നാൽ നാശനഷ്ടമുണ്ടായ മുഴുവൻ പേർക്കും നിയമപരമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതര സംസ്ഥാനക്കാരിയായ യുവതി പ്രസവിച്ചു. സെക്കന്ദരാബാദിലേക്ക് പോകാനെത്തിയ യുവതിയാണ് പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ചൊവ്വാഴ്ച രാവിലെ 10:30യോടെയാണ് സംഭവം. അസം സ്വദേശിനിയായ ജസ്ന ബീഗമാണ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. പൂർണ്ണ ഗർഭിണിയായ യുവതി തന്റെ 3 വയസ്സുള്ള മകനുമൊപ്പമാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. പ്രസവവേദനയാൽ എക്സ്കലേറ്ററിന് സമീപം യുവതിയിരിക്കുന്നത് കണ്ട് യാത്രക്കാർ റെയിൽവേ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. റെയിൽവേ പോലീസ് ASI അജിതകുമാരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുമ്പോൾ യുവതി പ്രസവവേദന മൂലം കരയുകയായിരുന്നു. ഉടൻ തന്നെ 108 ആംബുലൻസ് പ്രവർത്തകരെ പോലീസ് വിവരമറിയിച്ചുവെങ്കിലും ആംബുലൻസ് എത്തും മുൻപ് പ്രസവം നടന്നു. ക്ലീനിങ് സ്റ്റാഫായ സുഗ്ര ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഈ പ്രസവം കഴിഞ്ഞിട്ട് ആ കൊച്ചിനെടുത്ത് പൊക്കിള് കൂടി കട്ട് ചെയ്യുന്നതിനായി കത്രിക എടുക്കുന്നതിനും മറ്റു തുണിക്ക് ആവശ്യങ്ങൾക്ക് ഞങ്ങൾ സഹപ്രവർത്തകരായ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രീരാജ്, SI മനോജ് സാർ, ജയകുമാർ സാർ എന്നിവർ ചെന്ന് സാധനങ്ങൾ എടുത്ത് ഈ കുട്ടിയുടെ പൊക്കിൾക്കേട് കട്ട് ചെയ്ത് കുട്ടിയെ തുടച്ച് വൃത്തിയാക്കി അപ്പോഴേക്ക് ആംബുലൻസ് വന്നു. ആ കൊച്ചിനെ 2 പേരെയും നമ്മൾ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയുടെ സ്ഥിതി ഡോക്ടർ പവൻ അന്വേഷിച്ച്
കുട്ടിക്ക് കുഴപ്പമില്ലെന്നും ഈ സ്ത്രീയെ ലേബർ റൂമിൽ എത്തിച്ച് ഡോക്ടർ ഗീതു ഡോക്ടറോട് കണ്ട് ചോദിച്ചതിൽ സുഖപ്രസവമായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പ്രസവത്തിന് ശേഷം എസ്ഐ അജിതകുമാരിയും റെയിൽവേ ജീവനക്കാരി സുഹറയും ചേർന്ന് പൊക്കിൾക്കുടി മുറിച്ച് യുവതിയെയും കുഞ്ഞിനെയും തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. നിരോധിത മത്സ്യബന്ധന രീതിയായ കരവലിയെ ചൊല്ലി കടലിൽ സംഘർഷ സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. കടലിന്റെ അടിത്തട്ട് പോലും അരിച്ചെടുക്കുന്ന പെലാജിക് വല ഉപയോഗിച്ചുള്ള നിരോധിത മത്സ്യബന്ധനമാണ് കരവലി. ഒരേ സമയം 2 ബോട്ടുകൾ ചേർന്ന് കടലിൽ വല വിരിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതി നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. എന്നാൽ നിരോധനം ലംഘിച്ച് കടലിൽ വ്യാപകമായി കരവലി നടന്നുവരുന്നുണ്ട്. ഇതിനെതിരെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ സംഘടിതമായി രംഗത്തുവന്ന സാഹചര്യത്തിലാണ് കടലിൽ ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നത്. ഫിഷറീസും തീരദേശ പോലീസും കരവലിക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും അനധികൃത മത്സ്യബന്ധനം തുടരുകയാണ്. കരവലി തടയണമെന്നാവശ്യപ്പെട്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംഘടന പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയാണ്. ആദ്യഘട്ടമായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ സംസ്ഥാനത്ത് വിവിധ സമരപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നേരത്തെ കരവലിയെ ചൊല്ലി കടലിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. വീണ്ടും അത്തരമൊരു സാഹചര്യം ഉടലെടുത്താൽ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നത്. 170ാമത് ശ്രീനാരായണ ഗുരുജയന്തി നാടെങ്ങും ആഘോഷിച്ചു. ശ്രീനാരായണ ഭക്തപരിപാലന യോഗത്തിന്റെ നേതൃത്വത്തിൽ കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ജയന്തി ആഘോഷം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. SNBP യോഗം പ്രസിഡന്റ് ബിനേഷ് തയ്യിൽ അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, കോർപ്പറേഷൻ കൌൺസിലർമാരായ മുകേഷ് കൂളപ്പറമ്പിൽ, ജയപ്രകാശ് പൂവത്തിങ്കൽ, വിനോദ് പൊള്ളാഞ്ചേരി, SNBP യോഗം സെക്രട്ടറി ജിനേഷ് കെ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം തൃശൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ നഗരത്തിൽ റാലി സംഘടിപ്പിച്ചു. തൃശൂർ സ്വരാജ് റൌണ്ട് ചുറ്റി നടന്ന റാലിയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ യൂണിയൻ പ്രസിഡന്റ് IG പ്രസന്നൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് രാജൻ മഞ്ചേരി പ്രഭാഷണം നടത്തി. സെക്രട്ടറി KV വിജയൻ, വൈസ് പ്രസിഡന്റ് TR രഞ്ജു, വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ധർമ്മ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ജയന്തി ഘോഷയാത്ര നടത്തി. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ശ്രീനാരായണ ധർമ്മ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ജയൻ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. മനോജ് അയ്യന്തോൾ, ശിവദാസ് മങ്കുഴി, PV പ്രകാശൻ, അജിത സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. വെളിയന്നൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കൂർക്കഞ്ചേരി ക്ഷേത്രത്തിൽ സമാപിച്ചു. നിയമാനുസൃതമായ അനുമതിയില്ലാതെ പണമിടപാട് സ്ഥാപനം നടത്തിയ ഗുണ്ടാ നേതാവ് ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുണ്ടാ നേതാവ് മാറ്റാമ്പുറം സ്വദേശി കടവി രഞ്ജിത്ത്, കളിമംഗലം സ്വദേശി തോലത്ത് വീട്ടിൽ സജീന്ദ്രൻ, കൂട്ടാളികളായ കണ്ണംകുളങ്ങര സ്വദേശി പട്ടാട്ടിൽ വീട്ടിൽ വിവേക്, മാറ്റാമ്പുറം സ്വദേശി കറുപ്പം വീട്ടിൽ അർഷാദ് എന്നിവരെയാണ് തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് ശങ്കരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കോർപ്പറേഷൻ ലൈസൻസോ മണി ലെൻഡിംഗ് ലൈസൻസോ ഇല്ലാതെ അത്യാവശ്യക്കാർക്ക് ഉയർന്ന പലിശ നിരക്കിൽ പണം കൊടുക്കുന്ന SR ഫിനാൻസ് എന്ന സ്ഥാപനമാണ് ഡോക്ടർ AR മേനോൻ റോഡിലെ സ്വകാര്യ കെട്ടിടത്തിൽ പ്രതികൾ നടത്തിവന്നിരുന്നത്. അറസ്റ്റിലായ വിവേക്, അർഷാദ് സ്ഥാപനത്തിലെ ജീവനക്കാരാണ്. സ്ഥാപനത്തിൽ നിന്ന് പലർക്കുമായി പണം നൽകിയതിന്റെയും വാങ്ങിയതിന്റെയും രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. തൃശൂർ ഈസ്റ്റ് SHO MJ ജിജോ, സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ജയലക്ഷ്മി, ദുർഗാലക്ഷ്മി, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ്, ദീപക് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വരന്തരപ്പിള്ളി കുട്ടൻചിറയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 100 ലിറ്റർ വാഷ് പിടികൂടി. കുട്ടൻചിറ തിരുക്കുഴി തോടിന്റെ ഓരത്തുനിന്നാണ് ബാരലിൽ സൂക്ഷിച്ച വാഷ് കണ്ടെത്തിയത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. പിടികൂടിയ വാഷ് നശിപ്പിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ AT ജോബിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KK വത്സൻ, KS ഗിരീഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KM കണ്ണൻ, CJ റിജോ,
സംഗീത് എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിന് സമീപം സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തിയയാളെ വാടാനപ്പള്ളി എക്സൈസ് സംഘം പിടികൂടി. ബ്ലാങ്ങാട് സ്വദേശി കാളിരകത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 25 കുപ്പി മദ്യം പിടിച്ചെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ദിബൂസ് ഫൽഗുണൻ, സിവിൽ എക്സൈസ് ഓഫീസർ ബിബിൻ ചാക്കോ, എക്സൈസ് ഡ്രൈവർ ഗിരീഷ് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മറ്റത്തൂർ ചേലക്കോട്ടുകരയിൽ നിന്നും 200 ലിറ്റർ വാഷ് പിടികൂടി. ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എൻ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് പിടികൂടിയത്. ചേലക്കോട്ടുകര മാങ്കുറ്റിപ്പാടം റോഡിനോട് ചേർന്ന തോടരികിൽ രഹസ്യമായി സൂക്ഷിച്ച നിലയിലാണ് വാഷ് കണ്ടെടുത്തത്. എക്സൈസ് ഇൻസ്പെക്ടർ KR രാംപ്രസാദ്, പ്രിവന്റീവ് ഓഫീസർമാരായ PK സുനിൽ, MP ജീവേഷ്, സിവിൽ എക്സൈസ് ഓഫീസർ AS റിഹാസ് എന്നിവരും വാഷ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. മതിലകത്ത് വീട്ടിൽ മദ്യവിൽപ്പന നടത്തിയിരുന്ന 2 പേരെ കൊടുങ്ങല്ലൂർ എക്സൈസ് പിടികൂടി. മതിലകം കിഴക്കേ മാട്ടുമ്മൽ വീട്ടിൽ ലിൻസൺ, മതിലകം പള്ളിവളവ് അറക്കിൽ വീട്ടിൽ സാനി എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ VS പ്രദീപ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PV ബെന്നി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പണി തീരാതെ കിടക്കുന്ന വീട്ടിൽ രഹസ്യമായാണ് സാനി മദ്യം വിൽപ്പന നടത്തിയിരുന്നത്. ഇയാളുടെ പക്കൽ നിന്നും 14 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. സ്കൂട്ടറിൽ ആവശ്യക്കാർക്ക് കൂടിയ വിലയിൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ലിൻസനെ സ്കൂട്ടർ സഹിതം 7 ലിറ്റർ മദ്യവുമായാണ് പിടികൂടിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള റെയ്ഡിലാണ് ഇവരെ പിടികൂടിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KS മദൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KM സിജാദ്, TV കൃഷ്ണവിനായക്, VM മുഹമ്മദ് ദിൽഷാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ EG സുമി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. നെടുപുഴയിലെ കേരള വിഷൻ കേബിൾ ഓപ്പറേറ്റർ MG ബിജു നിര്യാതനായി. 52 വയസ്സായിരുന്നു. കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആലപ്പാട് സ്വദേശി ആലപ്പാട്ട് മേച്ചേരിപ്പടി ജോർജിന്റെയും ഫിലോമിനയുടെയും മകനായ ബിജു അവിവാഹിതനാണ്. കേരള വിഷൻ ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, COA ജില്ലാ കമ്മിറ്റി അംഗം, COA ചേർപ്പ് മേഖലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രമുഖ ഹാം റേഡിയോ ഓപ്പറേറ്ററായ ബിജു 2018 പ്രളയം ഉൾപ്പെടെ നിരവധി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ജില്ലാ ഭരണകൂടത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4-ന് പുറത്തൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടക്കും. പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തകനായി ഇനി ബിജു ഉണ്ടാകില്ല. ജില്ലയ്ക്ക് നഷ്ടമായത് മികച്ച ഹാം റേഡിയോ ഓപ്പറേറ്ററെ. കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്ററായ ബിജു മികച്ച ഹാം റേഡിയോ ഓപ്പറേറ്റർ കൂടിയായിരുന്നു. 2018 പ്രളയ സമയത്താണ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ കരം നീട്ടിയത്. പ്രകൃതി ദുരന്തങ്ങളിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായപ്പോഴാണ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത്. മലയോര മേഖലകളിലെയും വനമേഖലയിലെയും രക്ഷാപ്രവർത്തനത്തിനാണ് ഹാം റേഡിയോ ഓപ്പറേറ്റർമാരുടെ സേവനം രക്ഷയുടെ കരങ്ങളായി മാറിയത്. പ്രളയബാധിത മേഖലകളിലെ വിവരങ്ങൾ കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിൽ എത്തിച്ചിരുന്നത് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. രാജ്യത്തെ എല്ലാ ഹാം ഓപ്പറേറ്റർമാരുമായും മികച്ച സൗഹൃദ ബന്ധമാണ് ബിജു പുലർത്തിയിരുന്നത്. പുതിയ രീതിയിലുള്ള ഹാം കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കുന്നതിൽ അസാമാന്യ കഴിവാണ് ബിജു പ്രകടിപ്പിച്ചിരുന്നതെന്ന് സുഹൃത്തുക്കൾ ഓർമ്മിക്കുന്നു. 2016 മുതൽ തൃശൂർ പൂരത്തിന് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഹാം ഓപ്പറേറ്റർമാരുടെ സേവനം ഉണ്ടായിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലുകളിൽ സജീവ പങ്കാളിത്തമാണ് ബിജു കാഴ്ചവെച്ചിരുന്നത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് ഹാം കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനും നേതൃത്വം വഹിച്ചിട്ടുണ്ട്. മികച്ച പ്രവർത്തനങ്ങൾക്ക് നിരവധി തവണ ജില്ലാ ഭരണകൂടത്തിന്റെ ആദരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എമർജൻസി കമ്മ്യൂണിക്കേഷനിൽ മികച്ച ആക്റ്റീവായ ബിജുവിന്റെ വേർപാട് ജില്ലയ്ക്ക് തീരാ നഷ്ടമാണ്. TCV ന്യൂസ്, തൃശൂർ. പൊതുസ്ഥലങ്ങളിലും പൊതുമരാമത്ത് റോഡുകളിലും സൂക്ഷിക്കുന്ന തൊണ്ടിമുതലുകളായ വാഹനങ്ങൾ മാറ്റുന്നതിന് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലും പൊതു റോഡുകളിലും നിർത്തിയിട്ടിരിക്കുന്ന തൊണ്ടിമുതൽ വാഹനങ്ങൾ അടിയന്തരമായി AR ക്യാമ്പിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് മുഖ്യമന്ത്രിക്കും DGPക്കും അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലീസ് പഞ്ചായത്തിൽ നിന്നോ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നോ അനുമതി വാങ്ങിയിട്ടില്ലെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.
ദേശീയപാത കുതിരാനിൽ ലോറിക്ക് പുറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച് അപകടം. അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർക്കും സഹായിക്കും പരിക്കേറ്റു. പിക്കപ്പ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ഹ്രസ്വ കാലയളവിനുള്ളിൽ രാജ്യത്തെ ഭരണാധികാരി എന്ന നിലയിൽ ജനാധിപത്യത്തെ സാർത്ഥകമാക്കിയ ഏവരെയും വിസ്മയിച്ച് കടന്നുപോയ ജനകീയനായ നേതാവാണ് രാജീവ് ഗാന്ധിയെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പി രാമകൃഷ്ണൻ പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി DCCയിൽ നടത്തിയ രാജീവ് ഗാന്ധി ജന്മദിനാചരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, സുനിൽ അന്തിക്കാട്, KB ശശികുമാർ, രാജേന്ദ്രൻ അരങ്ങത്ത്, ജോൺ ഡാനിയൽ, IP പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ നിശ്ചല മാതൃക നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് എരുമപ്പെട്ടി പതിയാരം സ്വദേശി ജെറിൻ. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ മുണ്ടക്കൈ മല മുതൽ താഴ്വാരത്തിലെ വീടുകളും കവലയും ജെറിൻ തയ്യാറാക്കിയ നിശ്ചല ദൃശ്യത്തിലുണ്ട്. ചട്ടപ്പെട്ടിയും സ്പോഞ്ച്, തെർമോകോൾ, സിമന്റ്, കുമ്മായം, പുട്ടി എന്നിവയും അക്രിലിക് പെയിന്റും ഉപയോഗിച്ചാണ് ഉരുൾപൊട്ടലിന്റെ നേർചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പോഴാണ് ഞാൻ ഇത് ഇങ്ങനൊരു സംഭവം ഒരു ആർട്ടിൻ്റെ ക്യാൻവാസിൽ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ ചെയ്തത്. OASISന്റെ സ്പോഞ്ച്, അതുപോലെ തന്നെ തെർമോകോള്, പിന്നെ അങ്ങനെ പെയിന്റും പിന്നെ ഈ പുട്ടി അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത്. ഇതിനെ ഡയോറമ എന്നാണ് പറയാറ് സാധാരണ ഇങ്ങനൊരു ആർട്ടിനെ. ഇത് ഒരു 12 ദിവസം എടുത്തു. ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടുണ്ട് ഇത് ചെയ്തു തുടങ്ങിയിട്ട്. പത്രത്തിൽ നിന്നും അതുപോലെ തന്നെ വാർത്താ ചാനലുകളും നോക്കി, അതുപോലെ യൂട്യൂബിൽ കുറെ വീഡിയോസും ഈ ഡ്രോൺ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാനിതിന് ശരിക്കുള്ള രൂപം മനസ്സിലാക്കിയത്. മുരിങ്ങത്തേരി വീട്ടിൽ ഡിനോയ് റെജി ദമ്പതികളുടെ മകനായ ജെറിൻ കുട്ടനെല്ലൂർ ശ്രീ അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ 2ാം വർഷ BA ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ്. ഇതിനു മുമ്പും നിരവധി ചിത്രങ്ങളും നിശ്ചല മാതൃകകളും തയ്യാറാക്കിയിട്ടുണ്ട്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠിക്കുമ്പോൾ NSSന് വേണ്ടി വരച്ച ഫ്രീഡം വാൾ ശ്രദ്ധ നേടിയിരുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര മോനടി റോഡിലുള്ള ട്രാംവേ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് പരാതി. പഞ്ചായത്തിലെ ഏറ്റവും പഴക്കമേറിയ പാലമായ ട്രാംവേ പാലത്തിന് വീതിയില്ലാത്തതിനാൽ സുഗമമായ ഗതാഗതം സാധ്യമല്ലാത്ത അവസ്ഥയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പറമ്പിക്കുളം വനത്തിൽ നിന്ന് കൊച്ചി തുറമുഖത്തേക്ക് തടി എത്തിക്കുന്നതിന് നിർമ്മിക്കപ്പെട്ട കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ഭാഗമായിരുന്നു വെള്ളിക്കുളങ്ങരയിലെ പാലം. ചാലക്കുടി മുതൽ പറമ്പിക്കുളം വരെ നിലവിലുണ്ടായിരുന്ന ഈ പാതയിലൂടെ 1905 മുതൽ 1951 വരെ തീവണ്ടി ഓടിയിരുന്നു. 60കളിൽ ട്രാംവേ നിർത്തലാക്കി പാളങ്ങൾ പൊളിച്ചു നീക്കിയെങ്കിലും പാലം നിലനിർത്തി. പിന്നീട് പ്രദേശവാസികളുടെ സഞ്ചാര സൗകര്യത്തിനായി മറ്റത്തൂർ പഞ്ചായത്ത് അധികൃതർ പാലത്തിൽ മരപ്പലകകൾ സ്ഥാപിച്ചു. ഏറെ വർഷങ്ങൾക്ക് ശേഷം മരപ്പലകകൾ നീക്കി പാലത്തിൽ കോൺക്രീറ്റ് സ്ലാബുകൾ നിർമ്മിച്ചാണ് ഭാരവാഹനങ്ങളുടെ ഗതാഗതം സാധ്യമാക്കിയത്. 3 സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ ഈ പാലത്തിലൂടെ ദിനംപ്രതി കടന്നുപോകുന്നത്. കാലപ്പഴക്കം മൂലം പാലത്തിന്റെ ഇരുവശത്തുമുള്ള കൈവരികൾ കോൺക്രീറ്റ് അടർന്ന് നശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നൂറ്റാണ്ട് പിന്നിട്ടിട്ടും തെല്ലും ബലക്ഷയമില്ലാത്ത ട്രാംവേ പാലത്തിന്റെ കൽത്തൂണുകൾ അതേപടി നിലനിർത്തി മുകൾ ഭാഗം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. TCV ന്യൂസ്, കൊടകര. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജനറൽ വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ടായി ഡോക്ടർ PV സന്തോഷിനെ നിയമിച്ചു. നിയമനം സംബന്ധിച്ച് ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. എന്നാൽ കഴിഞ്ഞ 1.5 വർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന സൂപ്രണ്ട് സ്ഥാനത്തേക്ക് ഇനിയും പുതിയ ആളെ നിയമിക്കാൻ സാധിച്ചിട്ടില്ല. നിരവധി തവണ സൂപ്രണ്ട് സ്ഥാനത്തേക്ക് മുതിർന്ന ഡോക്ടർമാരെ ക്ഷണിച്ചുവെങ്കിലും ആരും ഏറ്റെടുക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മോഷണ ശ്രമം. നടപ്പുരയിലെ 2 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറക്കാനാണ് ശ്രമം നടന്നത്. ഭണ്ഡാരങ്ങളുടെ പുറത്തെ പൂട്ട് തകർത്തെങ്കിലും അകത്തുള്ള പൂട്ട് തുറക്കാൻ കഴിയാത്തതിനാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ല. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിന്റെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മതിൽ ചാടി അകത്തുകടന്ന മോഷ്ടാക്കൾ കമ്പിപ്പാര ഉപയോഗിച്ചാണ് പൂട്ട് തകർത്തത്. ക്ഷേത്ര ഭാരവാഹികൾ ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മാളയിൽ നിർമ്മിച്ച ആധുനിക മത്സ്യ മാർക്കറ്റ് ലേലം ചെയ്യാതെ മാള പഞ്ചായത്ത് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് ആക്ഷേപം. കോർപ്പറേഷൻ നിർമ്മിച്ചിട്ടുള്ള ജില്ലയിലെ 3 ആധുനിക മത്സ്യ മാർക്കറ്റിലൊന്നാണ് മാളയിലുള്ളത്. 70.72 ലക്ഷം രൂപ ചെലവഴിച്ച്
മത്സ്യ മാർക്കറ്റ് 2013 ഒക്ടോബർ 19 ഉദ്ഘാടനം നടത്തി മാള പഞ്ചായത്തിന് കൈമാറി. മത്സ്യത്തൊഴിലാളികളായ 20 പേർക്ക് മത്സ്യം വിൽക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വേർതിരിച്ചു നൽകിയിരുന്നു. എന്നാൽ ആദ്യ തവണ ലേലം ചെയ്ത് കൊടുത്തതല്ലാതെ തുടർ പ്രവർത്തനങ്ങൾ നടന്നില്ല. ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് ഇന്ന് മത്സ്യ മാർക്കറ്റ്. 4 വർഷത്തിലധികമായി ലേലം ചെയ്യാതെ കിടക്കുകയാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് തൊഴിലും വരുമാനവും ലഭിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ആധുനിക മത്സ്യ മാർക്കറ്റിൽ ഇതുവരെ മാള പഞ്ചായത്ത് അറ്റകുറ്റപ്പണികൾ പോലും നടത്തിയിട്ടില്ല. 20 കുടുംബങ്ങൾക്ക് ജീവിതമാർഗമാകുമെന്ന് പ്രഖ്യാപിച്ച് പഞ്ചായത്തിനും വരുമാനം ലഭിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ച ആധുനിക മത്സ്യ മാർക്കറ്റിലെ ഉപകരണങ്ങൾ നശിച്ച അവസ്ഥയിലാണ്. പഞ്ചായത്ത് ഫണ്ട് മുടക്കാതെ വരുമാനം മാത്രം എടുക്കാമായിരുന്ന പദ്ധതിയിലാണ് ലക്ഷങ്ങൾ നഷ്ടം വരുത്തിയിട്ടുള്ളത്. ജില്ലയിൽ മാളയ്ക്ക് പുറമെ വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലാണ് കോർപ്പറേഷൻ ആധുനിക മത്സ്യ മാർക്കറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. അതേസമയം മത്സ്യ മാർക്കറ്റ് മറ്റാവശ്യങ്ങൾക്ക് തരംമാറ്റി ഉപയോഗിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. മാള പഞ്ചായത്തിൽ അംഗീകൃത മത്സ്യ മാർക്കറ്റ് ഇല്ലാത്തതിനാൽ ഇപ്പോഴുള്ളത് തരം മാറ്റാൻ നിയമപരമായി തടസ്സമുണ്ടാകുമെന്നാണ് സൂചന. TCV ന്യൂസ്, മാള. കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വയനാടിനൊരു വരത്താങ് എന്ന പരിപാടി തൃശൂർ കോർപ്പറേഷന് മുമ്പിൽ ചലച്ചിത്ര നടൻ ബാലസു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഹരിദാസ്, പശുപതി മാസ്റ്റർ, അനിത വർമ്മ, PG ഉഷാനന്ദി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. തൃശൂർ കൂർക്കഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാരഡൈസ് ജെന്റ്സ് വെയറിന്റെ പുതിയ സംരംഭമായ പാരഡൈസ് ലേഡീസ് വെയർ പ്രവർത്തനം ആരംഭിച്ചു. കൂർക്കഞ്ചേരി കണിമംഗലം റോഡിൽ പഴയ സിതാര തിയേറ്ററിനു സമീപം യൂണിക് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന പാരഡൈസ് ജെന്റ്സ് വെയറിനോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച പുതിയ ലേഡീസ് വെയർ ഷോപ്പിന്റെ ഉദ്ഘാടനം കൂർക്കഞ്ചേരി ഡിവിഷൻ കൌൺസിലർ വിനേഷ് തയ്യൽ നിർവഹിച്ചു. ഫാദർ പോൾ പയ്യപ്പള്ളി വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. ഷിൻഡോ പോൾ, ജിൻഡോ സാജൻ എന്നിവർ ചേർന്ന് മേഴ്സി പോളിന് ആദ്യ വിൽപ്പന നൽകി നിർവഹിച്ചു. ചടങ്ങിൽ പാരഡൈസ് സാരഥികൾ, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഷോപ്പിൽ ചുരിദാർ മെറ്റീരിയൽസ്, ചുരിദാർ 2 പീസ് സെറ്റ്, 3 പീസ് സെറ്റ്, കുർത്തീസ്, ടോപ്പുകൾ തുടങ്ങിയവയുടെ വിപുലമായ കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം ചുരിദാർ, ബ്ലൗസ്, ഉടുപ്പുകൾ എന്നിവ സ്റ്റിച്ചിംഗ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് പാരഡൈസ് ജെന്റ്സ് വെയറിൽ ഈ മാസം 31 വരെ വൻ ഓഫറും ഒരുക്കിയിട്ടുണ്ട്. ഓരോ സിംഗിൾ പർച്ചേസിനും ഓരോ ടീഷർട്ട് വീതം ഫ്രീ ആയി നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8848997887. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ, വെള്ളി ഗ്രാമിന് 92 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3233 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ മഴക്കെടുതിയിൽ നാശനഷ്ടമുണ്ടായവർക്ക് ഉടൻ ധനസഹായം നൽകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ജില്ലയിൽ 9882 ഹെക്ടർ കൃഷി നശിച്ചു. ഈ മാസം 31-നുള്ളിൽ സമഗ്രമായ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതര സംസ്ഥാനക്കാരിയായ യുവതി പ്രസവിച്ചു. സെക്കന്ദരാബാദിലേക്ക് പോകാനെത്തിയ അസം സ്വദേശിനിയാണ് പ്രസവിച്ചത്. നിരോധിത മത്സ്യബന്ധന രീതിയായ കരവലിയെ ചൊല്ലി കടലിൽ സംഘർഷത്തിന് സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ സംഘടിതമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ്. 170ാമത് ശ്രീനാരായണ ഗുരുജയന്തി നാടെങ്ങും ആഘോഷിച്ചു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ നഗരത്തിൽ റാലി നടത്തി. നിയമാനുസൃതമായ അനുമതിയില്ലാതെ പണമിടപാട് സ്ഥാപനം നടത്തിയ ഗുണ്ടാ നേതാവ് കടവി രഞ്ജിത്ത് ഉൾപ്പെടെ 4 പേരെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥാപനത്തിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്തു.
ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസിന്റെ വ്യാപക പരിശോധന. വരന്തരപ്പള്ളി കുട്ടൻചിറയിൽ നിന്ന് 100 ലിറ്റർ വാഷും മറ്റത്തൂർ ചേലക്കോട്ടുകരയിൽ നിന്നും 200 ലിറ്റർ വാഷും പിടിച്ചെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.